ഒരിക്കൽ പോലും ഓർത്തില്ല. ഒരു 10 വർഷം അവളുടെ കൂടെ അടിമയെപ്പോലെ അവളെ എന്ന് പറഞ്ഞ് അവളെ മാത്രം സ്നേഹിച്ച് ജീവിച്ച ഒരാൾ, അവളുടെ കുഞ്ഞിൻ്റെ തന്തയായ എന്നെ ഇങ്ങനെ റസൂലിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ജനങ്ങളുടെ ഇടയിൽ ഇങ്ങനെ വിക്ടിമൈസ് ചെയ്യുമ്പോൾ ഒരു ശതമാനം 0.1% പോലും മനുഷ്യത്വത്തിൻ്റെ ഒരു കണികയും അവളുണ്ടായിരുന്നില്ല. അവളുടെ ഓരോ തെറ്റുകൾക്കും ഞാൻ മാപ്പ് കൊടുത്ത് എൻ്റെ കൂടെ കൂട്ടിയിരുന്നു ഈ കഴിഞ്ഞു പോയ 10 വർഷങ്ങൾ. അതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എന്നെ ഇതിലേക്ക് വലിച്ചിഴച്ചതും സജിന തന്നെയാണ്. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോയുടെ, ഇങ്ങനെ ഒരു ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ പറയാൻ ആഗ്രഹിച്ചിരുന്നില്ല. ഇങ്ങനെ ഒരു ഓപ്പൺ ബുക്കാകാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. അവരുടെ ഓവർ സ്മാർട്ട്, സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും അവരുടെ ടീമിൻ്റെ ഓവർ സ്മാർട്ടാണ് എന്നെ ഇപ്പോൾ ഈ ഒരു കുടുക്കിൽ കൊണ്ടുവന്ന് എന്നെ ഇതെല്ലാം പറയാൻ കാരണമാക്കിയത്. ഈ പറയുമ്പോഴും ഇത് ഞാൻ ഒരു വിജയമായി കാണുന്നില്ല, ഇതൊരു വിജയപരാജയമല്ല. പക്ഷേ ഇത് പറയാനൊരവസരം, അതായത് ഇത് പറയാൻ എന്നെക്കൊണ്ട് ഈ കളത്തിൽ അവർ ഇരുത്തിയതാണ്. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ഈ ദുഃഖങ്ങൾ ഞാൻ പറയില്ല. പൊതുവേ എൻ്റെ ദുഃഖങ്ങൾ ഞാൻ ആരോടും ഷെയർ ചെയ്യാറില്ല, എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാറില്ല. പക്ഷേ ഇപ്പോൾ എൻ്റെ ഈ ജീവിതാനുഭവം എനിക്ക് പറയേണ്ടി വരുന്ന എൻ്റെ ഈ ഒരു അവസ്ഥ, അതൊരു വല്ലാത്ത വൾനറബിളായിട്ടുള്ളൊരവസ്ഥയാണ്.